ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മഴയൊക്കെ ആയിട്ട് എല്ലാവരും എന്താണ് പരിപാടി? അപ്പോൾ ഇന്നെൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണെന്നറിയാം. എന്നാലും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്കൊന്ന് സമാധാനമായിട്ട് വ്ളോഗൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മൾ പഴയ പോലെ ബാക്ക് ടു ട്രാക്കിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വാടക ഫ്ലാറ്റിലെ ഫസ്റ്റ് പരിപാടി ചെടിനോട്ടം തന്നെയാണ്. എവിടെ ചെന്നാലും പിന്നെ ചെടിയും കാടും പള്ളിയൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നേരം ചെടിയിൽ വല്ല മുളയൊക്കെ വന്നു നോക്കിയിട്ട് പിന്നെ ഞാൻ പോയി കാപ്പി പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കമൻസിനൊക്കെ ഞാൻ വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കും കേട്ടോ. അപ്പോൾ സിദ്ധു മാളും ദേ ഇവിടെ നല്ല ഉറക്കമാണ്. അവരെ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നമ്മുടെ ശ്രീകുട്ടനെ പൂച്ച ചെറുതായിട്ടൊന്ന് മാന്തി, വീട്ടിൽ കുഞ്ഞു പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ട് അമ്മയും ചേച്ചിയൊക്കെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദേ ചേട്ടായും ഒരു അവധി ദിവസം ആയതുകൊണ്ട് കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഞാൻ ആരെയും വിളിച്ചങ്ങ് ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. എനിക്കാണ് രാവിലെ ഉറക്കം വന്നുമില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റു. എന്നാൽ പിന്നെ പണിയൊക്കെ തീർത്തിട്ട് അവരെ പതുക്കെ വിളിക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിലോട്ട് കയറി വന്നപ്പോഴേ രാവിലെ കണ്ട കാഴ്ച അടുക്കളയിൽ മുഴുവൻ പാറ്റ ചത്ത് കിടക്കുന്ന കേട്ടോ. രാത്രി എങ്ങാണ്ട് ചേട്ടായി മരുന്നടിച്ചിട്ട് പോയതാണ്. ഒരു പാറ്റയൊക്കെ കടിക്കുന്ന ഒരു സ്പ്രേ ഉണ്ട്. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നിറച്ച് പാറ്റ ഒരുമിച്ച് ചത്ത് കിടക്കുന്നു. ഞാനാണെങ്കിൽ സ്പ്രേ അടിച്ച കാര്യം അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി. പിന്നെ ചോദിച്ചപ്പോഴാണ് ആശാൻ പറഞ്ഞത് അങ്ങനെ ദാ എല്ലാത്തിനും അടിച്ച് വാരി കളയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പാറ്റയുടെ ശല്യം ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പകലൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. രാത്രി നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ അടുക്കളയിൽ ഒന്ന് നോക്കിയാൽ ഓടി നടക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പാറ്റ വിളിയോ അല്ലെങ്കിൽ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം ഇങ്ങനെ ചത്ത് വീണോളും. രാത്രി ഞാൻ പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടായിരുന്നു കേട്ടോ കിടന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു ബാസ്ക്കറ്റിലേക്കെല്ലാം കഴുകി വെക്കും, വെള്ളം പോകാനായിട്ട്. എന്നിട്ട് ആട്ടോ മേളിലേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഷെൽഫിലേക്ക് രാവിലെയാണ് എടുത്ത് വെച്ചത്. പിന്നെ രാത്രി കഴിച്ച കുറച്ച് പ്ലേറ്റ്സും ഗ്ലാസും അങ്ങനെ മാത്രം കുറച്ച് പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നു. രാത്രി ഉറക്കം വന്നുകൊണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അതും കൂടെ കഴുകിയിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് കിടന്നത്. അതിപ്പോൾ രാവിലെ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് വറുത്താൽ മതി. അങ്ങനെ പിന്നെ ആ പരിപാടിയൊന്നും ഇല്ല. തലേന്ന് കറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രം അടുക്കി പിടിച്ചതാട്ടോ. ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കുന്നുണ്ട്. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടിൽ വെച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കുകയാണ്. അതാണ് ഇന്നലെ കറി വെച്ചിട്ട് നല്ലോണം അടുക്കി പിടിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും വിമ്മും നാരങ്ങയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എങ്ങാനും കുറച്ച് കറി ഇളകുമെന്ന് അറിയാൻ. അങ്ങനെ പാത്രം കഴിക്കും കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ഒരു സിങ്കിൻ്റെ ഏരിയയൊക്കെ ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇന്നലെ പിന്നെ നല്ല തിരക്കായിരുന്നു. കറിവെക്കലും പരിപാടിയും പിന്നെ പിള്ളേരുടെ കൂടി ഇരുന്ന് കളിയും. അതുകൊണ്ട് എല്ലാം ഓടി പിടിച്ചാണ് ചെയ്തത്. പിന്നെ പാത്രം കഴുകാൻ നേരത്ത് ആ ഒരു ഭാഗം ഫുള്ള് മിസ്സാവും. പിന്നെ ഒന്നും കൂടി എല്ലാം ക്ലീൻ ആക്കണം. അങ്ങനെ അവിടവും വൃത്തിയാക്കി തുടച്ചിട്ടു. അപ്പോൾ നെക്സ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ മിക്സി ഇല്ലാത്തതുകൊണ്ട് ആകെപ്പാടെ പിന്നെ പുട്ടും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ചപ്പാത്തി പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ട് വാങ്ങും കേട്ടോ. അപ്പോൾ വർക്കൊക്കെ ഉള്ള സമയത്ത് മിക്കവാറും അധിക സമയമൊന്നും രാവിലെ കിട്ടില്ല. ആ സമയത്ത് ചപ്പാത്തി പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ തൊട്ട് താഴെ ഹോട്ടൽ ഉള്ളതുകൊണ്ട് ദോശയൊക്കെ കഴിക്കാൻ തോന്നി അവിടെ നിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ വേഗം തന്നെ പണി തീർക്കുന്നുണ്ട്. അപ്പോൾ 10 മണിക്ക് കഴിയുമ്പോൾ ആ ചേച്ചി ഒരുങ്ങാനായിട്ട് വരും. അപ്പോൾ അതിന് മുന്നേ വേഗം തന്നെ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് റെഡി ആയിട്ടിരിക്കണം. ഇവിടെ അടുത്തൊക്കെ ആരെങ്കിലും മേക്കപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്ലാറ്റിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ അവിടെ ഇവിടെ മാറിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെയും ടൗൺ ഏരിയ ആയതുകൊണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവിടെയും കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ പുട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ കുഞ്ഞു പാത്രത്തിലാട്ടോ വെക്കുന്നത്. ഞങ്ങൾ എറണാകുളത്തായിരുന്ന സമയത്ത് വാങ്ങിയതാണ്. കുഞ്ഞു ഇഡ്ഡലിത്തട്ടും അതുപോലെ തന്നെ അതിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വേവിക്കോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു 3-4 പേർക്കുള്ളത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ രാത്രി വെച്ച് ചിക്കൻ കറി ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ഹാളിലെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മേക്കപ്പ് സ്റ്റുഡിയോ നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് കൂടുതൽ ലൈറ്റ് ഉള്ളത് ഇവിടെ ആട്ടോ. അതുകൊണ്ട് ഈ ഒരു ഹാളിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഹാള് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പം സാധനങ്ങളെല്ലാം പിന്നെ ഇവിടെ നിരന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പലതും പല പല പെട്ടിയിലായിരുന്നു. ഓരോന്നിനും ഓരോ പെട്ടിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് തന്നെ കറക്റ്റായിട്ട് ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകും കേട്ടോ. പിന്നെ സമയം കിട്ടുമ്പം ഇതുപോലെ മാറിപ്പോയാലും സമയം കിട്ടുന്ന സമയത്ത് ഓരോന്നും അടുക്കി വെക്കും. അങ്ങനെ അതും ക്ലീനാക്കി എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചു. ആ ഒരു സമയം കൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് പുട്ട് റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സിദ്ധു മാളും എഴുന്നേറ്റു കേട്ടോ. അവർ പിന്നെ പല്ലൊക്കെ തേച്ചു. അവർ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ 2 ആൾക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 ആളുടെ അടുത്തും ചോദിച്ചപ്പോൾ ചിക്കൻ കറി വേണ്ട, പഴം മതി എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ പുട്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാട്ടോ. അവർ പിന്നെ പിള്ളേരായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ പഴത്തോടായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർ അത് കൂട്ടി കഴിക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണിലെ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു.
മിക്ക ദിവസങ്ങളിലും ഞാൻ ഇവിടെ അടിച്ചു വാരി തുടക്കി കിട്ടും. അത്യാവശ്യം ടൗൺ ഏരിയ ആയതുകൊണ്ട് പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി ഇറങ്ങുമ്പോൾ തന്നെ നല്ലോണം പൊടി വരും. വേറെ വേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എപ്പോഴും ഇതുപോലെ പൊടി അടിച്ച് വരാനുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ജസ്റ്റ് ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വാരി തുടയ്ക്കും. പിന്നെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തുടയ്ക്കാനും നല്ല എളുപ്പമാട്ടോ. ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിക്കൊണ്ട് നടന്നാൽ മതി. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര പർച്ചേസിങ് ആട്ടോ. നമുക്ക് എളുപ്പമാണ്, അങ്ങനെ പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി എളുപ്പമാണ്. ഭയങ്കരമായിട്ട് അങ്ങനെ അഴുക്കും ചെളിയുള്ള സ്ഥലത്താണെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല. പക്ഷേ ഇതുപോലെ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അങ്ങനെ ഞാൻ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടാ ഇത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആശാന് ഒരു ശനിയാഴ്ച വരെ പണിയുള്ളതുകൊണ്ട് ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ നല്ലോണം കിടന്നുറങ്ങും. എന്നാൽ ചില ദിവസം നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും. എന്നും എഴുന്നേൽക്കുന്ന ഓർമ്മയിൽ അറിയാണ്ട് ആൾ ചിലപ്പോൾ എഴുന്നേറ്റ് പോയിട്ട്. അങ്ങനെ ഞാൻ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ദേഹമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്നു. ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒരുങ്ങാൻ വന്നാലും ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്ത് ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ചൊരുങ്ങിയിട്ടേ നിൽക്കത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പണിയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഹത്ത് അഴുക്കും സ്മെല്ലും ഉണ്ടോ എന്ന് അറിയ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഒരുങ്ങും. കണ്ണും എഴുതി ഐബ്രോവും ഫില്ല് ചെയ്ത് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആവും കേട്ടോ. പണ്ടൊന്നും ഐബ്രോ എഴുതണ്ടായിരുന്നു. ഇപ്പോൾ ഐബ്രോയിലൊക്കെ അത്യാവശ്യം ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ എന്തോ ഒരു കുറവുള്ളതുപോലെ ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഐബ്രോ എഴുതാറുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ മുടി കെട്ടി നോക്കിയിട്ടും ശരിയായില്ല. പിന്നെ വർക്കിനിടയിൽ ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ഥിരം കെട്ടുന്ന പോലെ തന്നെ അങ്ങ് പോണി അങ്ങ് കെട്ടി വെച്ച്. അതാകുമ്പം എനിക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വർക്കിൽ മാത്രം അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ട ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളഞ്ഞു പൊളഞ്ഞും ഇങ്ങനെ കിടക്കുന്ന കാരണം അതിൻ്റെതായ നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അങ്ങനെ ആവും എന്നുള്ളത്. കുറച്ച് നാൾ നമുക്കൊരു ഭംഗി ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് തന്നെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വർക്കിൻ്റെ ഇടയിൽ അതിനൊന്നും സമയം കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചില സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ചേച്ചി വരുന്നതിന് മുമ്പ് വേഗം ഫുഡും കൂടെ കഴിച്ചിട്ട് അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി വരാൻ ഒരു 10 മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ വേഗം തന്നെ പുട്ട് അയക്കുന്നുണ്ട്. അപ്പോഴേക്കും ചേച്ചി ഒരുങ്ങാനായിട്ട് വന്നു കേട്ടോ. ഒരു കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പം ഇന്നൊരു ഗസ്റ്റ് വർക്കാണ്. ബ്രൈഡൽ മാത്രമല്ല കേട്ടോ, ഗസ്റ്റ് വർക്ക്, ഫോട്ടോഷൂട്ട്, അതുപോലെ തന്നെ ആദ്യ കുർബാനയുടെ മേക്കപ്പ്, അങ്ങനെ എല്ലാ ടൈപ്പ് മേക്കപ്പും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും പോയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം എൻക്വയറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ താഴെ എൻ്റെ ഇൻസ്റ്റയുടെ ഐഡിയും അതുപോലെ തന്നെ മെയിൽ ഐ ഡി കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ട് തുണി മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ടെറസിൽ തുണി വിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ തുണി വിരിച്ചിട്ടത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതും കൂടി മടക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് പിന്നെയും ഈറനടിച്ച് നനഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും എടുത്ത് മടക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ചേട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്ത് പോയേക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ വർക്കും കഴിഞ്ഞ് ആശാനെ നോക്കി ഇവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്കും രണ്ടാൾക്കും വിശക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയിട്ടോ. എന്നാൽ പിന്നെ ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നില്ല ലേറ്റായിട്ട് കഴിച്ചിട്ട്. പിന്നെ ചേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കഴിച്ചു. എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് പോയി എടുത്ത് കഴിക്കാൻ മടിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും വാരിത്തര നീ കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പിന്നെ വാരി തന്നതുകൊണ്ട് കുറച്ച് കഴിച്ചു കിട്ടും. എനിക്ക് പിന്നെ ഇങ്ങനെ വാരിത്തരുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. നമ്മൾ പിന്നെ എത്ര വളർന്നാലും നമ്മുടെ ഉള്ളിൽ ആ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവം അങ്ങനെയും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ നേരെ തൊട്ടി ചാടാൻ വേണ്ടി പോവുകയാണ്. അപ്പം മെയിൻ ഉദ്ദേശം തൊട്ടി ചാടുക എന്നുള്ള കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞാനും അതെ, പിള്ളേരും അതെ. ഞങ്ങൾ പിന്നെ അലീനായെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ അങ്ങനെ സക്സസ്ഫുള്ളി 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊരു ട്രീറ്റ് ആയിട്ട് ഞങ്ങൾ ആറ്റി ചാടാൻ കൊണ്ടുപോകാം, അതുപോലെ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവളെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു. അലീന ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്കും ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആൻറ്റിയാണ് കേട്ടോ അലീന. പക്ഷെ അവൾക്കും അങ്ങനെ ആൻറ്റി എന്ന് വിളിക്കണമെന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളെ അലീന ചേച്ചി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഫോർമാലിറ്റീസ് വിളിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ആൻറ്റി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് പിള്ളേരുമായിട്ട് ഒന്നിതൊക്കെയാണ് ഞങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു മരം പൂത്ത് വെപ്പുണ്ട് കേട്ടോ. എൻ്റെ സ്കൂളിലാണെങ്കിൽ പണ്ട് ഈ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് വന്നത്. അതെപ്പോഴും ഇങ്ങനെ പൂത്ത് നിൽക്കുമായിരുന്നു. നമ്മുടെ ബ്രൂണോസിൻ്റെ ഈ പറമ്പിലായിട്ട് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അവനാകുമ്പോൾ അവിടെ നല്ല എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാം. ഒരു പാറയുണ്ട് കേട്ടോ, അവിടെയാണ് അവന് കൊണ്ട് കെട്ടിയേക്കുന്നത്. ഞങ്ങളെ കണ്ടപ്പോഴത്തേനും അവൻ ചുമ്മാ സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നതാണ്. പക്ഷെ അഴിച്ചുവിടൽ നടക്കൂല. അഴിച്ചു വിട്ടിട്ട് അങ്ങ് റോഡിൻ്റെ അവിടെ വരെ ചെന്നതാണ് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ഇവനെ പേടിക്കണം. രാത്രി മാത്രമേ അതുകൊണ്ട് അഴിച്ചു വിടാറുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളെയും കാത്ത് ശ്രീക്കുട്ടനും അമ്മയും പപ്പ എല്ലാം ഇരിപ്പുണ്ട്. ശ്രീക്കുട്ടനാണെങ്കിൽ സിദ്ധുവും ആളും ഇല്ലാണ്ട് ആകെ ബോറടിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു. ശ്രീക്കുട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിവിന് ചുറ്റും 5 കുത്തിയപ്പെടുത്തിട്ടിരിക്കുക കേട്ടോ. അവൻ്റെ വിരലിലായിട്ട്
ജസ്റ്റ് ഒന്ന് പൂച്ച മാന്തി. പൂച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി പിടിക്കാൻ വന്നതാന്ന് പറഞ്ഞ് ഓടിയതാണ്. ഇവനാണ് പോയിട്ട് ഓടി പിടിക്കുകയും ചെയ്തു. പക്ഷെ ഇവനെ കടിക്കണമെന്ന് വിചാരിച്ച് കടിച്ചതല്ല, എങ്കിലും കയ്യിൽ 2 മാന്തൊക്കെ വെച്ച് കൊടുത്തു. ഇപ്പോൾ ചെന്നപ്പോഴത്തേക്കും മുറിവൊക്കെ കാണിച്ചു തരുന്നുണ്ട്. മുഖത്തൊക്കെ ആണെങ്കിൽ ആകെ വിഷമാട്ടോ. അതും മുറിവിന് ചുറ്റുമാണ് അവൻ്റെ കുത്തിയും വെച്ചത്. അത് കാരണം നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിലെത്തി. തോട്ടി കുളിക്കാൻ പോകാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. അലീനയെ കണ്ടപ്പോഴത്തേനും പിന്നെ അവൻ അലീനയുടെ അടുത്തേക്ക് ചാടി. അലീനയെ ഭയങ്കര ഇഷ്ടമാട്ടോ, അവർ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ശ്രീകുട്ടനെ ഒഴിവാക്കിയിട്ട് നൈസായിട്ട് കുളിക്കാൻ പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എന്തായാലും വന്നതല്ലേ, വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പതുക്കെ ഒന്ന് വെയിൽ താന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പപ്പ ബ്രൂണോച്ചനെ അയച്ചുകൊണ്ട് വന്നു. ബ്രൂണോച്ചനാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോൾ തുടങ്ങി ഇങ്ങോട്ട് വരണം, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ബ്രൂണോച്ചനെ അയച്ചുകൊണ്ട് വന്നത് ചേട്ടയുടെ കാലയിലിരുന്ന് കളിക്കുന്നുണ്ട്. പ്രായമായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, പിടപെടപ്പിനൊന്നും ഒരു കുറവുമില്ല. 4 വയസ്സായി ചെറുക്കന്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആ സമയത്ത് വന്നു കേട്ടോ. ഇവനെ ഞങ്ങൾ അലീനയുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. 4.5 വയസ്സൊക്കെ ആയി, 4.5 വർഷമായിട്ടുണ്ട്. എന്നാലും ഇവൻ്റെ ആ ഒരു കുറുമ്പിനും കളിക്കും ഒരു കുറവുമില്ല കേട്ടോ. ഇപ്പോഴും അതേ സ്വഭാവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ശ്രീകുട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അവനെ പതുക്കെ സോപ്പിട്ടിട്ട് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടയിൽ പോകണം, അതിന് പോകണം, ഇതിന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഓരോ നമ്പർ ഇറക്കി ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഡ്രസ്സും ഓരോ വഴിക്ക് കൊണ്ടേ വെച്ചേക്കുമായിരുന്നു. പക്ഷെ ആശാൻ ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ലായിരുന്നു. അന്നേരം തന്നെ മുഖമൊക്കെ മാറി ഞാനും വരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിദ്ധുവും ആളും കൂടെ ഉള്ളതുകൊണ്ട് അവന് കള്ളത്തരാ പറയുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു കിട്ടും. പിള്ളേരെ ഒന്നും എന്താ ചെയ്യുക, പറ്റിക്കാനേ പറ്റുന്നില്ല പഴയ പോലെ. എന്നാലും ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിറങ്ങി. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കരയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വിളിച്ചു പറഞ്ഞു അവൻ ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ വലിയ തോട്ടിലല്ലേ പോകുന്നത്, വെള്ളം ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു അമ്മയുണ്ട്, അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അമ്മയും ബക്കറ്റും തോർത്തും ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടും അങ്ങനെ അവനെയും കൂടെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തോട്ടി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിന് താഴെയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഒന്നും അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് നോക്കിയിട്ടാണ് വന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 2-3 കടവുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്നുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കുളിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്ന സ്ഥലത്ത് ആളുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇപ്പുറത്ത് മാറി പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു കടവായിരുന്നു നല്ല വെള്ളമുള്ള കടവ്. അപ്പോൾ അവർ കുളിക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ താഴെ പോയി എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് താഴെ പോയി നോക്കിയിട്ടോ. താഴെ പക്ഷേ അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, അതുമല്ല പുല്ലൊക്കെ കയറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് ഇറങ്ങാൻ അത്ര സേഫ് ആണെന്ന് അറിയത്തില്ല. അലീന ദേവിയുടെ മരത്തിൽ കയറി ഒന്നിനെ പോലെ ഒട്ടിയിരിപ്പുണ്ട്. ഇടയ്ക്ക് അവളെ റീൽസ് ഇട്ട് കളയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അലീനെ കാണുമ്പോൾ എന്തെന്നറിയില്ല, എനിക്കങ്ങ് ചൊറിയാൻ തോന്നും. എനിക്ക് മാത്രമല്ല കേട്ടോ, ചേട്ടയ്ക്ക് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കിരിയിരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം കളിയാക്കൽ കേട്ടോ. ഒരു പൊട്ടാക്കുട്ട ബന്ധമാണ്. എപ്പോഴും വിളിച്ചില്ലെങ്കിൽ എപ്പോഴും മിണ്ടിയില്ലെന്നുണ്ടെങ്കിലും ആ ഒരു ബോണ്ട് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴത്തെ കടവിൽ പോയി ഇറങ്ങി നോക്കി. അപ്പം ഒരു സുഖം തോന്നിയില്ല കേട്ടോ. അവിടെ കാകപ്പാട് അഴുക്കൊക്കെ ആയിട്ട് കിടക്കായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് സ്ഥലം മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് വെള്ളമെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു. അങ്ങനെ പിള്ളേർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. വെള്ളമില്ലെങ്കിലും അവർക്ക് കളിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നുകൊണ്ട് അവർ ആ കുഴിക്കകത്ത് ഇറങ്ങി നിന്ന് ഭയങ്കര കളിയായിരുന്നു. മാളും ആണെങ്കിൽ മേളിൽ പോയിരുന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഊർന്നു വരുമായിരുന്നു കേട്ടോ. തുടങ്ങാനും ഒരേയോ നിൽക്കുള്ളതായിരുന്നു. എൻ്റെ പേടി കണ്ടുനിന്ന് എനിക്ക് വരെ നല്ല പേടിയായി. രണ്ടും പിന്നെ പറ്റിയ കൂട്ടായതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ കുരുത്തക്കേടും കാണിക്കും. അത് കണ്ടിട്ടാണ് ശ്രീകുട്ടന് സഹിക്കുന്നില്ല. ശ്രീകുട്ടൻ എങ്ങനെയെങ്കിലും ചാടണം. പിന്നെ അവനെയും കൂടെ കൂട്ടി. അവന് പിന്നെ ഇവിടെ അത്ര വെള്ളമില്ലാത്തതുകൊണ്ട് അത്യാവശ്യം സേഫാട്ടോ കളിക്കാനായിട്ട്. അങ്ങ് മേളിലും ആഴമുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ പിന്നെ മുങ്ങാനുള്ള വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അവൻ്റെ കൂടെ എപ്പോഴും എസ്കേർട്ടിന് ഒരാളുണ്ടെങ്കിൽ മാത്രമേ പിന്നെ അവന് വെള്ളത്തിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനും ശ്രീകുട്ടനൊക്കെ ഇരുന്ന് വെള്ളത്തിലിരുന്ന് കുറേ നേരം കളിച്ചപ്പോഴത്തേക്കും ചേട്ടായും വന്നു. അപ്പോഴത്തേക്കും മേളിലത്തെ കടവിലുള്ള ആൾക്കാരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ മേളിൽ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ശ്രീകുട്ടനെ കരയെ കയറ്റി വിടേണ്ടി വരും. ശ്രീകുട്ടനാണെങ്കിൽ കളിച്ച് ഇതുവരെ മതിയായിട്ടില്ല. അപ്പോൾ കുറച്ചേരം ഇവിടെ ഇരുന്ന് കളിയൊക്കെ കഴിഞ്ഞ് അവനെ കുളിച്ച് കയറ്റിയിട്ട് ഞങ്ങൾ പിന്നെ മുകളിലേക്ക് പോകാമെന്ന് ഓർത്തും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അവിടെ നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മേളിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിദ്ധുവിനെയും ശ്രീകുട്ടനെയും എല്ലാവരെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഒരാളെ എടുത്തുകൊണ്ട് നിന്നാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അലീനയെക്കാളും പൊക്കൊണ്ട് കേട്ടോ. അലീനയുടെ ആ ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പം ആളുവാണെങ്കിൽ പിന്നെ ചേട്ടയുടെ പുറത്തൊക്കെ കയറിയിരുന്ന്. എനിക്ക് പിന്നെ അങ്ങനെ മുങ്ങാനുള്ള ഇതില്ലെന്നുണ്ടെങ്കിലും എൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ അവിടെ വരെ അവിടെ വെള്ളം കിട്ടും. ചില ഭാഗത്ത് വെള്ളം കുറവുണ്ടെങ്കിലും ചില ഭാഗത്ത് വെള്ളമുണ്ട്. അതുകൊണ്ട് പിന്നെ മാളുവിനെ ഫുൾ ടൈം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. മാളു പിന്നെ പുറകിലും ഞാൻ പിന്നെ ഫ്രണ്ടിലും കയറി അങ്ങ് നിന്ന്.
കുറുക്കൻ്റെ അതിനിടയിൽ എന്തൊക്കെയോ തപ്പിപ്പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അടക്ക ആണോ മച്ചിങ്ങ ആണോ എന്ന് അറിയത്തില്ല. കുറേ നാളുകൂടി ആട്ടോ ആറ്റിലേക്ക് ഇങ്ങനെ കുളിക്കാൻ വരുന്നത്. കാരണം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് കുറേ നാളുകൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കിടന്ന് ചാടിയിട്ടാണ് കേട്ടോ പിന്നെ കയറിയത്. അതുകൊണ്ട് എല്ലാവരെയും കണ്ട് നന്നായിട്ട് ചുമന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറിയിട്ട് ഒരു 3 പേരും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുളിച്ച ഭാഗത്ത് ഇത്രയും ചെളി ഉണ്ടെന്ന് ഞാൻ മേളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അലീനായും മാളുവും കൂടെ വെള്ളത്തിൽ കിടന്ന് ആ ഒരു സ്ഥലത്ത് തന്നെ ചാടി 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 അവിടെയൊക്കെ നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ചെറിയോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനി പിന്നെ അറിയത്തുള്ളൂ. എന്താണെങ്കിലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിടില്ല. പക്ഷെ അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത വെള്ളമായിരുന്നു. ഇനിയിപ്പം കുറച്ചുകൂടി ഭയങ്കര മഴ വന്നു കഴിയുമ്പോൾ നമുക്കങ്ങനെ ആ ഒരു വെള്ളത്തിലൊന്നും ചാടാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു വെള്ളമുള്ള സമയത്ത് മാത്രമേ ചാടാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കുറച്ചുകൂടി വെള്ളമുള്ളപ്പോൾ പിള്ളേരെയും കൊണ്ട് വരുന്നത് സേഫേ അല്ല. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അടുക്കിപ്പിറക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. വീട് മാറിയ സമയത്ത് കുറച്ച് ഇങ്ങോട്ടും കുറച്ച് അങ്ങോട്ടും ആട്ടോ കൊണ്ടുപോയത്. അപ്പോൾ കുറേ അവിടെയും കുറേ ഇവിടെ ആയിപ്പോയി. ഇനി എന്തൊക്കെയാണ് ഫ്ലാറ്റിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് ഇവിടെ വെക്കേണ്ടതെന്നൊക്കെ നോക്കണം. അപ്പോൾ തപ്പി വന്നപ്പോഴാണ് കേട്ടോ പണ്ട് ഞാൻ ചേട്ടായിക്ക് കൊടുത്ത് ഗ്രീറ്റിംഗ് കാർഡ് കിട്ടിയത്. ഞാൻ പണ്ട് ക്രിസ്മസിനും ഓണത്തിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ കൊടുക്കുമായിരുന്നു, പ്രത്യേകിച്ച് ക്രിസ്മസിന്. പിന്നെ ഇടയ്ക്ക് തോന്നുമ്പോഴൊക്കെ കൊടുക്കും. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചിട്ട് എൻ്റെ തന്നെ കണ്ണു തള്ളിപ്പോയി. ഇപ്പം വായിക്കുമ്പോൾ നല്ല ക്രിഞ്ചായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്ന് നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. അതൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ കറണ്ട് പോയിട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. കറണ്ട് വന്നപ്പോൾ കാപ്പി കുടിക്കാൻ പഞ്ചസാര നോക്കിയപ്പോഴാട്ടോ പഞ്ചസാര ഇല്ലാതെ കേട്ടത്. പിന്നെ പഞ്ചസാരയും പിന്നെ കറി വെക്കാനും കുറച്ച് സാധനവും വാങ്ങണമായിരുന്നു. എന്നാൽ പിന്നെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർ ഞങ്ങളുടെ കൂടെ പിന്നെ കയറി പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇങ്ങോട്ട് പോകുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഞങ്ങൾ എവിടെയൊക്കെ പോകുന്ന സമയത്ത് അവരെയും കൂട്ടി ഇറങ്ങും കേട്ടോ. അവരിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയും പോകുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരുന്ന് മടുക്കുന്നതുകൊണ്ട് ഇടക്കിടക്ക് ഞങ്ങളിങ്ങനെ വരുന്ന സമയത്തും എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്തും ഒക്കെ അവരെയും പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ കറി വെക്കാനായിട്ട് ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി ചിക്കൻ കറി വെച്ചോളാന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ മീനല്ലാതെ നോൺ വെജ് എന്ത് വാങ്ങിയാലും അത് കറി വെക്കുന്നത് ചേട്ടായിട്ടും. ആശാ പിന്നെ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ പിന്നെ ആൾ വെച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ കടയിൽ പോയ സമയത്ത് പിള്ളേർക്ക് ഞാൻ പഴം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മിഠായി അതൊന്നും വാങ്ങിച്ച് എപ്പോഴും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പഴം വാങ്ങിച്ചു കൊടുത്തു. അത് പോയി എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വെല്ലുമ്മയ്ക്കും മാളുവിനും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കടയിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്ന പാടിൽ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആശാൻ ചിക്കൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പപ്പ സവോള ഒളിക്കുന്നുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിട്ടിയ മൂർച്ചയില്ലാത്ത കത്തി വെച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ പണിയെടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും പിന്നെ സ്ക്രീനിന് മുന്നിലൊന്നും പോയിരിക്കത്തില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുകയാണെങ്കിലും പിള്ളേരും എല്ലാ കാര്യത്തിലും കൂടുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ശ്രീകുട്ടിന് ഭയങ്കര ഇഷ്ടമാട്ടോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. മൂർച്ചയില്ലാത്ത കത്തിയാണെന്നുണ്ടെങ്കിലും അത് വെച്ചിട്ട് അവൻ അറിയാവുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒട്ടും മൂർച്ചയില്ലാത്തൊരു കത്തിയുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവനിങ്ങനെ കത്തിയൊക്കെ വെച്ചിട്ട് കളിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളത് അവന് കൊടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതാണെങ്കിൽ പിന്നെ സേഫ് ആയതുകൊണ്ട് അത് വെച്ചിരുന്ന് അറിയുന്നുണ്ട്. എന്നാലും ആളുടെ വിചാരം അത് വെച്ചിട്ടാണ് ആൾ തൊലി പൊളിക്കുന്നത് എന്നുള്ളത്. കൈ വെച്ചിട്ട് മാന്തിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പൊളിക്കും. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളിയൊക്കെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അരിഞ്ഞൊക്കെ വെച്ചെന്നുണ്ടെങ്കിലും കുറേ അവൻ ചെയ്തു കേട്ടോ. ആ ഒരു സൈഡിലിരുന്നത് മുഴുവൻ അവനാണ് അങ്ങനെ കണ്ടിച്ച് വെച്ചത്. അങ്ങനെ വെളുത്തുള്ളിയും കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ പോയിട്ട് കാപ്പി കുടിക്കുന്നു കേട്ടോ. എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. ചൂടായിട്ടുള്ളൊരു കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആശ്വാസമാവും. അപ്പോൾ പിന്നെ പുറത്ത് വരുന്ന കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. മഴയുള്ള സമയത്ത് ഇവിടെ പുറത്ത് വരുന്ന കാപ്പി കുടിക്കാൻ നല്ല സുഖമാട്ടോ. കൂടുതൽ പിന്നെ ഞാൻ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പോയി. പുറത്ത് ഇരുന്നപ്പോഴാണ് ഭയങ്കര കോമഡി. ശ്രീകുട്ടനാണ് അവിടെ ഇരുന്ന് മിമിക്രി പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല വർത്താനമൊക്കെ പറയുന്ന സമയമായതുകൊണ്ട് അവരവരൊന്നിങ്ങനെ കാണിക്കൂട്ടു. ചിരി വരാൻ എവിടെ നിന്ന് ഇതൊക്കെ പഠിക്കുന്നൊന്നും അറിയില്ല. ഞങ്ങൾ അവൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൻ നോക്കുമ്പോൾ രാവിലത്തെ മറ്റേ അംഗൻവാടിയിൽ ഈശ്വരഗാനം പാടുന്നുണ്ട് കേട്ടോ. അതും കൈയൊക്കെ തലത്താരം കൊപ്പിരുന്ന് പാടുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്നിട്ട് കഴിയായിരുന്നു. നല്ല രസമാട്ടോ അവനതൊക്കെ കാണിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ശ്രീകുട്ടൻ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിരുന്ന് പോകും. അങ്ങനെ ഞങ്ങൾ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ചിക്കൻ കറിയുടെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. കറി ഫുള്ളായിട്ട് വെന്തില്ല കേട്ടോ. എന്നാലും മസാലയൊക്കെ മൂപ്പിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കറി അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ വരുന്നത് കുറച്ചുകൂടെ പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാത്രി ആകുമ്പോഴത്തേനും ഇത്താണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി. ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ട്രെൻഡിങ് പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രീകുട്ടൻ ഞങ്ങൾ കേൾപ്പിച്ച് കൊടുക്കും കേട്ടോ. അവന് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാമെന്നും പറഞ്ഞ് പാട്ട് വെച്ച് കൊടുത്തു കിട്ടും. പാട്ട് കേട്ട സാധാരണ പിള്ളേർ ഉറങ്ങുന്നവരും ഇവന് ഉറങ്ങത്തില്ല. ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഉറക്കാതിരിക്കാൻ വേണ്ടി നല്ല വൈബ് പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചിക്കൻ കറി വെന്തു കിട്ടും. അപ്പോൾ അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങി വീഴാറായി ശ്രീകുട്ടൻ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തി. ശരിക്കും പറഞ്ഞാൽ എനിക്കാണ് ആ പാട്ട് ഇഷ്ടം. അവനെ കേൾപ്പിക്കാനാന്ന്
എന്നും പറഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് കേൾക്കാൻ വേണ്ടി വെക്കും കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ വല്ലാത്ത രസമാണ്. എന്തെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. അങ്ങനെ കറിയൊക്കെ റെഡിയായി. അമ്മ എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. കറണ്ട് പോയായിരുന്നു കേട്ടോ, അതുകൊണ്ട് വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ടോർച്ച് ലൈറ്റിലൊക്കെ അമ്മ ദേ ഇവിടെ ഫുഡ് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. എനിക്കെന്തെന്ന് അറിയില്ല, തീരെ വിശപ്പില്ലായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഈ ചേട്ടായും പിള്ളേരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചില ദിവസം വിശപ്പില്ലാത്തപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചിക്കൻ കറി കണ്ടപ്പം ഓട്ടോമാറ്റിക്കലി വിശന്നു. അവിടെ നിന്ന് വീട്ടിൽ നിന്നും ഫ്ലാറ്റിൽ നിന്നും ചിക്കൻ കറി കഴിച്ചിട്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അത് കണ്ടപ്പോഴത്തേക്കും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കഴിച്ചത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അവിടെ വീട്ടിലെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.